ഹരി ഓം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആത്മസംബന്ധം മോക്ഷം രണ്ടിനും കർത്താവായതാത്മനി വിചാരിച്ചാൽ സംശയമുണ്ടു നാഥ. എങ്കിലോ കേൾക്ക, ബന്ധമോക്ഷങ്ങൾ രണ്ടും കൂടി ശങ്കയെന്നിയേ ഏകനുണ്ടാകും വഴിയിന്നു. ആദ്യനായി അവ്യക്തനായി ഏകനായ അവേദ്യനായി ആദ്യന്തഹീനനായ പരമാത്മാവു തന്നെ മായയാൽ അനാദിയായി നിർഗുണബിംബിതനായി കായരൂപിയായി ജീവൻ പ്രാണനായി പ്രസവിക്കും എന്നുള്ള പുരാതന ശ്രുതിഘോഷേണ ജീവൻ തന്നുടെ ചിദാകാശഗുഹയെ പ്രവേശിച്ചു സൂക്ഷ്മരൂപമായുള്ള മാനസമയമായി തക്ഷണം മാത്രാസ്വരസൂത്രവർണ്ണരൂപാധിഘ്രാണവും രസരൂപസ്പർശന ശ്രുതികളും മാനസേ സങ്കല്പവിജ്ഞാനാഭിമാനങ്ങളും ഈ വക പൂർവകർമ്മരതിയാലുണ്ടായി വരും. ജീവനും അതിനാലേ ബലവുമുണ്ടായി വരും. വാദാഗ്നി വിയത്തുകൾ അന്യോന്യം ബന്ധങ്ങളാൽ ചേതനമുളവാകും സ്ഥൂല സൂക്ഷ്മാംശങ്ങൾക്കും അരണികരങ്ങളാൽ മഥിച്ചിടുന്ന നേരം ത്വരിതമതിലണുവായുണ്ടാമഗ്നി പോലെ ഈ വണ്ണം സത്വരജസ്തമസാം വികാരേണ ജീവനും കർമ്മഭേദാൽ ബ്രഹ്മവാദികളായി ഭവിക്കുന്നിതു ബഹുവിധമായി മായയാലേ. ഏതുപോലെന്നാലതു തന്തുകൊണ്ടുണ്ടാക്കുന്ന നൂതന പടമെന്ന പോലെയെന്നറിഞ്ഞാലും പൂർവകർമാത്മാവായി സംസാര തരുവായി മേവുന്ന പരമാത്മാമായയാ ജീവനായി സംസാര തരുപുഷ്പഫലമൂലമായി പഞ്ചരസപല്ലവമായി പഞ്ചസ്കന്ധവുമായി 10 ശാഖയായി 12 ഇലയായി ത്രിനാഡിയായി വിസ്തൃതമായി 3 വൽക്കലമായി 2 ഫലമായിരിക്കുന്ന സംസാര ദേഹവൃക്ഷഫലത്തെ നന്നായശിച്ചിടുന്നു ഗ്രാമേചരൻ. ഒരുവൻ ഫലം ഭക്ഷിക്കാതെ കണ്ടരണ്യത്തിൽ ഇരുന്നിടുന്നിതേക ഭക്തനായി സദാകാലം. പരമാത്മാവു തന്നെ വനവാസിയാമവൻ പിരിഞ്ഞു ഗ്രാമേചരൻ ജീവാത്മാവറികനീ. ഇങ്ങനെയിരിക്കുന്ന സംസാരവൃക്ഷം തന്നെ മംഗലസത്വഭക്തിജ്ഞാന വെൺമഴുകൊണ്ടു ധീരനായവനുടൻ ഛേദിച്ചു കളഞ്ഞിടും ധൈര്യേണ പരമാത്മാ ജീവൈക്യബോധാലഹോ. സാത്വിക രജസ്തമസ്സെന്നിവ 3 ഗുണം ബുദ്ധിക്കല്ലാതെ പരമാത്മാവിനില്ലെന്നുമേ. സാത്വിക ഗുണം കൊണ്ടു രജസ്താമസങ്ങളെ നീക്കി ബുദ്ധിയിൽ കാമസുഖവൃത്തിയെ ശുദ്ധസത്വബുദ്ധിയിൽ ത്യജിച്ചുടൻ ധർമ്മവാനായിട്ടേറ്റം ശുദ്ധനായുള്ള പുമാൻ നിർമ്മല ഭക്തനായി ത്രിഗുണാതീത ഭക്ത്യോപാസന കൊണ്ടു ഗുണവിഗതനായ അധർമ്മം നശിച്ചു ധർമ്മവാനായി ആഗമാർത്ഥ പ്രശസ്തനായി പ്രജാദേശകാലം ആപകാ കർമ്മ്യധ്യാനമന്ത്ര സംസ്കാരം ജന്മം അത്തിഹ ഗുണം സ്വാത്വികത്തിനുള്ളൊരു ഹേതുവൃത്തിയായി നിന്ദിക്കുന്നു രജസ്താമസങ്ങളെ. സാത്വിക ഗുണമെന്നി അന്യമാം ഗുണങ്ങളെ ചിത്തത്തിലുപാസിക്ക എന്നുള്ളതില്ല പുമാൻ. സത്വവൃത്തിയാൽ ധർമ്മം ധർമ്മത്താൽ ജ്ഞാനം പിന്നെ സിദ്ധമാം അപ്പോൾ സ്മൃതി വിസ്മൃതികളും തീരും.
വേണുസംഘർഷാൽ വൻഹി ജ്വലിച്ചു വേണുവനം ക്ഷീണത എന്നി ദഹിച്ചഗ്നിയും ശമിക്കുമ്പോൾ ഗുണവൈപരീത്യ ജവേദ ജീവാത്മകർമ്മ ഗുണസത്തവും ഭക്തിജ്ഞാനവും നശിക്കുന്നു. ഇങ്ങനെ ആത്മസ്ഥാനായുള്ളവൻ ബന്ധത്തിനും മംഗളം മോക്ഷത്തിനും കർത്താവെന്നറിഞ്ഞാലും പരമാത്മാവു പരമായയാൽ അനാദിയായി പരമാർത്ഥത്തെ അറിഞ്ഞിടാതെ ബദ്ധനായി ജീവനായി വന്നതെന്നുമായതു സാത്വികത്താൽ ആവോളമുപാസിച്ചു മായയെ കളകെന്നും. ഇങ്ങനെ കൃഷ്ണവാക്യമാദരവോടു കേട്ടു മംഗലനുദ്ധവനും അന്നേരം ചോദ്യം ചെയ്തു. മർത്യന്മാർ ചില വിഷയങ്ങളെ ആപത്തെന്നു ചിത്തത്തിലറിഞ്ഞിരുന്നവ ശുഖരാജവൽ സേവിച്ചു ഭുജിപ്പതിനെന്തു കാരണം കൃഷ്ണ കേവലമതു കഥിച്ചിടുകെന്നാറാമതും. ആദിയില്ലാതോരനാത്മാവായ ദേഹാദിയിൽ ഞാനെന്നിങ്ങനെ വേറിട്ടുള്ള അഭിമാന ബുദ്ധ്യ മാനസം രജോ ഗുണയുക്തമായി മനസ്സിൻ്റെ സങ്കല്പ വികൽപ്പത്താൽ ഉണ്ടാകുന്നിതു കാമം. പങ്കമാം ഗുണയുക്ത കാമത്താൽ കർമ്മങ്ങളിൽ വശനായി ജിതേന്ദ്രിയനല്ലാതെ ദുഃഖമുണ്ടാം. രാജസ ഗുണവിമോഹിതനായി രജസ്തമസ്സാകുന്ന ഗുണങ്ങളിൽ ബുദ്ധി സംബന്ധിക്കയാൽ വിഷയങ്ങളുമെല്ലാം സുഖമെന്നുള്ളിൽ തോന്നും. അഴലുണ്ടാകും വഴി ഗ്രഹിച്ചിടുകയില്ല. പിന്നെ താൻ അതദ്രിത മനസ്സായ പ്രമത്തൻ ഉന്നത മനഃകർമ്മമെല്ലാമേയെങ്കൽ തന്നെ സമർപ്പിച്ചുടൻ ജിതാസനനായി ജിതശ്വാസ സമസ്തനായി പിന്നെ നിഷ്കാമഹൃദയനായി തച്ചിത്തെ നിർഗുണാത്മാവാകുമെന്നുട ധ്യാന നിശ്ചലം കൊണ്ടു രജോ താമസ ഗുണധ്യാനം ത്യജിച്ചു മച്ചിക്ഷ്യരാം സനകാദികൾ പോലെ ഭജിച്ചു നിർഗുണത്തെ സർവവുമെങ്കൽ ഭക്ത്യാ ലയിച്ചു സമർപ്പിച്ചു ദുഃഖത്തെ കളയേണം. വിഷയങ്ങളെ യാപത്തെന്നറിഞ്ഞിരിക്കവേ വിഷയാസക്തിയുണ്ടാകുന്നതിനുള്ള മൂലം രാജസ ഗുണധ്യാന ദേഹാഭിമാനം കൊണ്ടേന്നായതുകൊണ്ടു കാമമുണ്ടായിടുന്നതെന്നും അതിനെ കളയണം നിർഗുണധ്യാനം കൊണ്ടെന്നതു നീ അറിഞ്ഞുള്ളിൽ ദുഃഖത്തെ ത്യജിച്ചാലും. ഇത്തം മാധവനരുൾ ചെയ്തതു കേട്ട നേരം ഉദ്ധവർ താനും ചോദിച്ചിടിനാനേഴാമതും നിന്തിരുവടിയുടെ ശിഷ്യരെന്നല്ലോ ചൊല്ലി ബന്ധമുക്തന്മാരായ സനകാദികളിവർ തന്നുട സംവാദ വൃത്താന്തങ്ങളെല്ലാം ഇപ്പോൾ എന്നോടു വഴി പോലെ അരുളി ചെയ്യേണമേ. കേട്ടാലും ബ്രഹ്മാവിൻ്റെ പുത്രന്മാർ സനകാദി ശ്രേഷ്ഠമാമുനിമാരും ഒരു നാൾ അച്ഛനോടങ്ങേകാന്തം ആയി സൂക്ഷ്മരൂപമായിരിക്കുന്ന യോഗമാർഗത്തെയൊക്കെ വഴിയെ ചോദിച്ചിതു. അന്യോന്യം വിഷയങ്ങളോട് ചേർന്നിരിക്കുന്നോരുന്നത മനസ്സിൻ്റെ വേർപാടങ്ങനെയെന്നും ത്രിഗുണങ്ങളിൽ പ്രവേശിക്കുന്നു ചിത്തം പിന്നെ ത്രിഗുണങ്ങളും ചിത്തെ പ്രാപിക്കുന്നിതു രണ്ടും അന്യോന്യം ത്യജിക്കുന്നതെങ്ങനെ മുമുക്ഷുക്കൾ എന്നതു ഞങ്ങളോട് മരുളി ചെയ്യുകയെന്നും സനകാദികളുടെ വാക്യത്തിനുത്തരവും മനസ്സിലുണ്ടാകായിക കാരണം വിധാതാവും കാരണനായ നാരായണനാമെന്നേ ധ്യാനകാരണാലഹം ഹംസരൂപേണ തദന്തികേ ഗമിച്ചിതപ്പോൾ എന്നെ കണ്ടിട്ടു പാദങ്ങളിൽ നമിച്ചു ബ്രഹ്മാവിനെ അഗ്രഭാഗത്തു നിർത്തി ചോദിച്ചു ഭവാനാരെന്നിങ്ങനെ മുനികളും ആദരവോടുമെന്നോടായതു കേട്ടു ഞാനും തത്വജ്ഞന്മാരാം സനകാദി മാമുനിമാരോടുക്തമായുള്ള തത്വം കേട്ടാലും ഉദ്ധവാനി ആത്മവസ്തുവിനില്ല നാനാത്വമതങ്ങനെ ആത്മാവു പഞ്ചാത്മക ഭൂതേഷു സമാനമായി ഏകമായിരിക്കുന്ന വസ്തു താനെന്നല്ലയോ. ആകയാൽ ആരെന്നുള്ള ചോദ്യോത്തരങ്ങൾ വൃഥ അർത്ഥമില്ലാതെ
ചോദ്യോത്തരത്താൽ എന്തു ഫലം സിദ്ധിച്ചിടുന്നു ഭവാന്മാരതു ധരിച്ചാലും. ഞാനൊന്നു തന്നെ എന്നെ ഒഴിഞ്ഞില്ല അന്യമെന്നു മനസ്സേ ദൃഢതരമായി അറിയണം നിങ്ങൾ. എങ്കിലോ നാനാവിധമായല്ലോ കാണുന്നതു ശങ്ക പോവതിന്നരുൾ ചെയ്യണം ഹംസരാജ. ഞാനൊന്നെന്നതു മന്യമില്ലെന്നുമറിയാതെ മാനസവാക്യനേത്രാദ്യേന്ദ്രിയങ്ങളാലഹോ വേഗേന ഗുണങ്ങളിൽ ചേതസു പ്രാപിക്കുന്നിതാകവേ ഗുണങ്ങളും ചേതസി പ്രകാശിപ്പു നാനാത്വമായി ഗ്രഹിക്കുന്നിതു ചിത്തമതു ജ്ഞാനമില്ലായ്കയാലെന്നറിവിനിഹ നിങ്ങൾ. മദ്രൂപമായ ജീവാത്മാവിൻ്റെ രണ്ടു ദേഹം ചിത്തവും ഗുണങ്ങളും പാലും വെള്ളവും പോലെ ജാഗ്രത്തു സ്വപ്ന സുഷുപ്തികളും ബുദ്ധിവൃത്തി വർഗമാം ഗുണവശാലുണ്ടായിതാത്മാവിങ്കൽ. ഇവറ്റിനെല്ലാം വിലക്ഷണനാകുന്ന ജീവൻ നിവൃത്തൻ സാക്ഷിജ്ഞാന വിജ്ഞാന ബുദ്ധ്യാ. പിന്നെ മദ്രൂപമായ രണ്ടു ദേഹവും ഉപേക്ഷിക്കും ചിദ്രൂപ സത്വജ്ഞാനമത്ര വർദ്ധിച്ചും വരും. എത്ര നാൾ ആത്മാവിനു ഗുണവൃത്തിയാൽ ബന്ധമത്ര നാളേക്കും തുര്യാത്മാവായോരെങ്കൽ തന്നെ ഇരുന്നു തദ്ഗുണഛേദസ്സുകളുടെ ത്യാഗം വരുത്തിക്കൊണ്ടിടേണം മാമുനിമാരെ നിത്യം. ഞാനെന്നുള്ള അഹങ്കാര ബദ്ധാത്മാവിനതു ജ്ഞാനനാശനമേറ്റമനർത്ഥപ്രദമല്ലോ. വിദ്വാൻ സംസാര ചിന്ത വിട്ടു തുര്യസ്ഥനായി നിത്യാത്മരതനായി ത്യജിക്കുമല്ലോ ബന്ധം. എത്ര നാൾ പുരുഷനു നാനാത്വബുദ്ധിശ്രുതിയുക്തികൾ കൊണ്ടു നിവർത്തിക്കാതെ ഇരിക്കുന്നു അത്ര നാളേക്കും അവൻ അജ്ഞാനി തന്നെ നൂനം. ബുദ്ധിയിൽ സ്വപ്നകാലേ ജാഗ്രത്തു തോന്നും പോലെ സിദ്ധമായി തോന്നിയിടുന്നു മായാവിഭ്രമലോകെ. ഉണർന്നു വസിക്കിലും പരമാർത്ഥമായോർത്താൽ ഉണർന്നു വസിക്കുന്നോനല്ലവനഹോ നൂനം. ആത്മാവിന്നസത്തായോരന്യഭാവങ്ങളാലെ ആത്മാവിനെന്തു കാര്യം സ്വപ്നം കണ്ടവനെപ്പോൽ. യാതൊരാത്മാവു ബഹിർഭാഗത്തു ജാഗ്രത്തിങ്കൽ മോദേന ക്ഷണികങ്ങളാം വിഷയങ്ങളെല്ലാം ഭുജിക്കുന്നതു കരണങ്ങളെ കൊണ്ടു ഹൃദി ഭുജിക്കുന്നിതു സ്വപ്നെ തദ്വിഷയങ്ങളെയും. സ്മൃത്യന്വയേന ഗുണവൃത്തീന്ദ്രിയേശ ദൃക്കായി സുപ്തനായി സംഹരിച്ചിടുന്നിതു സുഷുപ്തിയിൽ. ഏവം ജീവനും ഗുണവശത്താലിഹ മനസ്സാവിർഭൂതമായവസ്ഥാത്രയമെങ്കലുമുണ്ടായി മന്മായയാലേയെന്നു നിശ്ചിതജ്ഞാനികളായി നിർമ്മലന്മാരായൊരു വിദ്വാൻമാർ സദാകാലം അജ്ഞാനമനുമാനയുക്തികളാലേ തീഷ്ണ വിജ്ഞാനാസിന ഛേദിച്ചിട്ടെന്നെ ഭജിക്കുന്നു. മാനസവിലാസമീ കാണുന്നതൊക്കെ ഭ്രമം മാനസേ ചിന്തിപ്പതും കാൺമതുമെല്ലാം നഷ്ടം. തീക്കൊള്ളിവട്ടം വീയുന്നേരത്തങ്ങധികമായി തീ കലർന്നിഹവട്ടം തോന്നുമ്പോലി പ്രപഞ്ചം അല്പമെങ്കിലും മായാഭ്രമത്താൽ അധികമായി തൽപരമാർത്ഥമറിയായികയാൽ തോന്നിയിടുന്നു. അജ്ഞാനമായ ഗുണവിസർഗ വികൽപ്പിതം വിജ്ഞാനമൊന്നു തന്നെ പൂർണ്ണമായി ശോഭിക്കുന്നു. അതിനാൽ ഈ പ്രപഞ്ച സൃഷ്ടിയെ നിവർത്തിച്ചിട്ടതിങ്കലുള്ള തൃഷ്ണാനിവൃത്തനായിട്ടുടൻ തൂഷ്ണീംഭൂതനായി നിരീഹാത്മാവായി നിജസുഖപൂർണാനുഭവമനുഭവിക്കും നിത്യം വിദ്വാൻ. സമ്യക്കാം വണ്ണം ചില നേരത്തീ പ്രപഞ്ചത്തെ സന്മയമെന്നു തോന്നിക്കാണുന്നുവെന്നാകിലും അവസ്തുവെന്നു ബുദ്ധ്യാ ത്യജിക്കും ഭ്രമിക്കയില്ല. വിദ്യാനാശാൽ ബോധം ലയിക്കും നാൾ വരയ്ക്കും. നശ്വരമായ ദേഹമെത്ര നാളിരുന്നാലും വിശ്വാസമില്ല നടന്നീടിലും കിടക്കിലും. ദേഹമുണ്ടെന്ന
ബോധമുണ്ടാകയില്ല. വിദ്വാനാഹന്ത ശരീരത്തെ നോക്കയുമില്ലൊട്ടുമേ. മദ്ദേഹം ദൈവവശാലുണ്ടായി കർമ്മം കൊണ്ടേ മദ്ദേഹം ദൈവവശാലല്ലോ വേർപ്പെടുന്നതും. മതിരാമദാന്ധനായുള്ളൊരു പുരുഷന്റെ വസനബന്ധം പോലെയൊരിക്കലൊരു ദിശി അറിയാതിദ്ദേഹവും അഴിഞ്ഞു പോകുമെന്നോർത്തറിവോടിരുന്നീടും ആത്മയോഗിയാം വിദ്വാൻ. ഈ ശരീരവും കർമ്മവശകമല്ലോ. കർമ്മം നശിപ്പാനെത്ര കാലം അത്ര നാളേക്കു ദേഹം. ഏവമീ പ്രാണനോടു കൂടവേ കാണും. പ്രാണൻ പോവോളം സ്വാരംഭകം ദിവസം പ്രതിനൂനം. സ്വപ്നസന്നിഭം ദേഹപ്രപഞ്ചമായതിനെ സ്വപ്നത്തിൽ പോലും ഓർക്കുമാറില്ല മഹാവിദ്വാൻ. അധിരോഹന്നായി സമാധിസ്ഥയോഗത്തെ വസ്തു പ്രതിബോധിച്ചു ഭജിച്ചിടുന്നു യോഗിബുധൻ. ഹേ വിപ്രന്മാരെ, എന്നാലുക്തമായതു സർവം ഗോപനീയകമിതു സാംഖ്യയോഗൈക്യസാരം. ആഗമശാസ്ത്രയജ്ഞജപഹോമാദി കർമ്മയോഗ ശ്രീകീർത്തിതമ തേജസാമാശ്രയം ഞാൻ. നിർഗുണനായി നിരപേക്ഷകനായി നിത്യം സദ്ഗുണസുഹൃത്തായി പ്രിയനായാത്മാവായി സംഘാസംഘാദികളിൽ സമനായിരിക്കുന്ന മംഗലനായോരെൻ്റെ ഗുണങ്ങളെല്ലാം എന്നെ ഭജിച്ചിടുന്നതെന്നുമിങ്ങനെ ചൊന്നേനെല്ലാം നയത്തോടപ്പോൾ സനകാദികൾ കേട്ടു നന്നായി. സന്ദേഹമെല്ലാം തീർന്നു പരമഭക്തിയോടും വന്ദിച്ചിട്ടവരാലെ സ്തുതിക്കപ്പെട്ടു ഞാനും. എന്നല്ല പൂജിതനായി ബ്രഹ്മാവു കാൺകത്തന്നെ ചെന്നു ഞാൻ വൈകുണ്ഠത്തിൽ വസിച്ചിതുദ്ധവാ കേൾ. ഇങ്ങനെ സർവസാക്ഷിയാമെന്നെ ആശ്രയിച്ചു തിങ്ങിന ഗുണബദ്ധമാകിയ മനസ്സിനെ വിഷയഗുണങ്ങളിൽ നിന്നു വേർപെടുത്തേണം. വിഷമമതിനില്ല മദ്ഭക്തജനത്തിനു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണ